എന്നാ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഇങ്ങോളം ഈ ചാരം വാരിയിട്ട് കണ്ടാ ഇതേപോലെ ചാരം വാരിയിട്ട് ചാരാന്ന് ഈ നല്ല വളാന്ന് ചാരം നല്ലോണം കേങ്ങ് കീയും ഇനി ഇട്ട് കൊടുത്താൽ ചാരം ഇട്ട് കൊടുത്താൽ ഇതേപോലെ ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ടാ ഇതെല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇതിലേ കൂടി ഇങ്ങനെ വെക്കുവതിന് ഇതേ കൂടി ഇട്ടിട്ട് ഇവിടെ മണ്ണിട്ട് കൊടുക്കട്ടെ കണ്ടില്ലേ ഇതേപോലെ മണ്ണിട്ടിട്ട് കൊടുക്കട്ടെ കണ്ടല്ലോ അപ്പുറത്തെല്ലാം മുറിഞ്ഞു പോയി ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മുറിഞ്ഞു പോയി എന്നുള്ള കാരണം വെച്ചാൽ പാട് വളർന്നു പോയി ഇത് വെളിച്ചം എടുക്കുമ്പോൾ പൊട്ടിപ്പോയി വെളിച്ചാൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് എനിക്കിപ്പം ഈ മണ്ണ് കൊട്ടിട്ട് കണ്ടില്ലേ ഇതുണ്ടല്ലോ ഇതേപോലെ നമുക്ക് ഇങ്ങോളാക്കാലോ കേട്ടോ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കട്ടെ ഇതുപോലെ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കട്ടെ നല്ലപോലെ മണ്ണിട്ട് കൊടുക്കണം എന്നാലും മാത്രമേ നന്നാവുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കയ്യങ്ങ് പണിയിട്ട് കൊടുക്കാം കേട്ടാ കേട്ടാ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇതുപോലെ കണ്ടല്ലോ ഇല്ലേ ഇതുപോലെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ പടരുന്നേനെ ഇനിയിപ്പോൾ നീണ്ട് വരുന്നേനെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മണ്ണിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാം കണ്ടില്ലേ ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് തല നീണ്ടു പോയിരുന്നു പക്ഷെ അതെല്ലാം പൊട്ടിപ്പോയി മുറിഞ്ഞു പോയി എന്നാൽ ഇത് തീരാത്ത നമുക്ക് കിട്ടുന്നത് ആക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇനിയിപ്പം നിങ്ങളിത് കണ്ടല്ലോ ഇതാണ് എൻ്റെ കിഴങ്ങ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇത് കണ്ട ഇതാണ് സംഭവം ഇങ്ങനെ 6 ഇതിട്ട് ഇനിയിപ്പോൾ അതിന് വളം നടക്കണം അത് ഞാൻ നടക്കുന്നത് കാണിച്ചു തരാം ഇപ്പം ഒരു തോലും വളം നടക്കട്ടെ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ താണു പോയി നിറച്ചാദ്യം കൊടുത്തതല്ലേ അത് താണു പോയിന് അതിന് വളം നിറച്ച് കൊടുക്കട്ടെ ഇതിൻ്റെ അകത്ത് വളം നിറച്ച് കൊടുക്കട്ടെ ഇത് കണ്ട ഇതിൻ്റെ അകത്ത് ആദ്യം സീമക്കൊന്ന നിറക്കുന്നുണ്ട് കണ്ടാ ഇതിൻ്റെ അകത്ത് സീമക്കൊന്ന നിറച്ച് കൊടുക്കട്ടെ ഇതിനകത്ത് നിറച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതെന്തല്ല എല്ലാം താണുപോയി വളം തോലും എല്ലാം നിറച്ച് കൊടുക്കണം ഇതല്ലേ ഇതേപോലെ നിറച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം താണുപോകും അപ്പോൾ പിന്നെ ഇതിന് വളമില്ലാഞ്ഞാൽ ഇതിന് കിഴങ്ങ് കീയാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നത് കണ്ടാ ഇതേപോലെ സീമക്കൊന്ന കുത്തി നിറച്ച് കൊടുക്കട്ടെ ഉണ്ടല്ലേ എന്താ നല്ലപോലെ ഇത് സീമക്കൊന്ന നല്ല വളാന്നല്ലോ ഇതിൻ്റെ അകത്ത് കുറച്ച് മറ്റേതും കൂടി ഇട്ട് കൊടുക്കാം കണ്ടാ ഇതുപോലെ സീമക്കൊന്ന നിറച്ച് ഇതിൻ്റെ അകത്ത് തുന്നിക്കെട്ടിയതാണ് അതെല്ലാം താണുപോയി വെറും ലൂസായിപ്പോയി നല്ലപോലെ ലൂസായിപ്പോയി അപ്പോൾ ഇത് നമ്മൾ കുത്തി നിറച്ച് കൊടുക്കണം ആദ്യം പച്ചരി ഇട്ടതല്ലേ അപ്പോൾ അതെല്ലാം താണുപോയി ഇതല്ലല്ലോ ചകരിച്ചോറല്ലല്ലോ ഇട്ടത് കാടല്ലേ ആ കാട് തേച്ചും പച്ച തേച്ച് ഉണങ്ങുമ്പോഴേക്ക് അത് തേച്ച് താണുപോയി അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കാം താണൊന്നുമില്ല കാടായതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതും നിറച്ച് തോലും നിറച്ച് കൊടുത്ത് ബാക്കി നമുക്ക് പിന്നെ ഇതും നിറച്ച് കൊടുക്കാം പോട്ടി മിക്സ് ചെയ്ത് നിറച്ച് കൊടുക്കാം എന്നാൽ നമുക്ക് നല്ലപോലെ കിഴങ്ങ് കിട്ടും അതിനാണ് ഇതെടുക്കുന്നത് ഈ സീമക്കൊന്നയെന്ന് വെച്ചാൽ നല്ലപോലെ അടിപൊളി വെള്ളം ഞാൻ സീമക്കൊന്ന ഇടാതെ കൃഷിയില്ല കൃഷി അത്രക്കും എനിക്ക് സീമക്കൊന്ന പ്രധാനമാണ് അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നു വീഡിയോ എടുത്തിട്ട് ഇടുന്നു എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക് ഓരോരാളും പിന്നെ ചോദിക്കാനാക്കണ്ട വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങളെല്ലാവരും ഇതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മേലോട്ട് പോകാൻ പറ്റൂ നിങ്ങളെല്ലാവരും കണ്ടാൽ എനിക്ക് സപ്പോർട്ട് തരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കണ്ടാ
ഇതേപോലെ വാരിയിട്ട് നിറച്ച് കൊടുക്കുക. ഉണ്ടല്ലേ, എന്നും അമരും. ഇനി ഇത് കുറേ കഴിയുമ്പോൾ വളമായി വരുമ്പോൾ തേച്ച് അങ്ങ് അടിയിലോട്ട് എത്തും. അതിനാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നത്. അന്നേരം കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം പറ്റുന്നത്ര ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇത് ഒരു 6 ദ്വാരാക്കിയിട്ടാണ് ഒരു ചാക്ക് കിടത്തി വെച്ചിട്ടാണ് ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഈ കൃഷി. ഇതിൽ വിജയം കാണും തന്നെയാണ് എൻ്റെ ധാരണ. അതുപോലെ തന്നെ കാണുമായിരിക്കും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പിന്നെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. എല്ലാം നമ്മൾ ഓരോ ടൈമുണ്ടല്ലോ, ആ ടൈം പോലെ ഇരിക്കും നന്നാവലും ഉണ്ടാവലും എല്ലാം നമ്മളെ ടൈം നന്നാവണം. അന്നേരം ഒന്നുമില്ലെങ്കിലും അത് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പം ഈ പണിയെടുക്കുന്ന എല്ലാം എനിക്കൊരു നല്ലൊരു വിളവ് കിട്ടുന്നുണ്ട്. അതെനിക്കൊരു നല്ലൊരു സമാധാനം തന്നെയാണ്. ഇല്ലെങ്കിൽ ഞാനിപ്പം പിന്നെ വിഷമം ഉണ്ടാവുമായിരുന്നു എനിക്ക്. അയ്യേ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അതൊന്നും എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാവരും എന്നാ വേണ്ടത് വെച്ചാൽ ഇതുപോലെ കൃഷി എല്ലാവരും ചെയ്യാം. എല്ലാ തരത്തിലും നമുക്ക് കൃഷി ചെയ്ത് ഏത് തരത്തിലാണ് നമുക്ക് കൂടുതൽ വിളവെടുക്കാൻ കിട്ടുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനാണ് ഒരു തലയോണ്ട് നമുക്ക് ഒരുപാട് വിളവ് കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഒറ്റയൊന്ന് തട്ടിട്ട് നമുക്ക് നിലത്ത് നട്ടാൽ അങ്ങനെ കിട്ടൂല. അപ്പോൾ ഇതിങ്ങനെ നട്ടിട്ട് നമ്മൾ അതിനെ പടത്തി കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് ഇഷ്ടംപോലെ വിളവ് കിട്ടും. ഇല്ലെങ്കിൽ ആ ഒറ്റ നടുക്കുള്ള വിളവേ കിട്ടൂ. ആ തല നട്ടേൻ്റെ വിളവ് മാത്രമേ നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതിനാണ് ഇതിപ്പം ഞാൻ ഈ രീതി കാണിച്ചു തരുന്നു. ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിളവ് കിട്ടും. ഞാൻ ഗ്യാരണ്ടി തരാം. ഞാൻ നട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് 4600 കിട്ടീന്. ഒരു ബാഗിൽ നിന്ന് നട്ട 3 തല പടത്തി കൊടുത്തിട്ട് 3 തല അങ്ങ് നീണ്ട് പടത്തി കൊടുത്തു. അതിനകത്ത് എനിക്ക് നിലത്തുനിന്ന് കിടക്കാൻ കിട്ടിയിട്ട് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് അത്രയൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം പുറത്തുനിന്നാണ് കിട്ടി. കണ്ടില്ലേ, അതേപോലെ കണ്ടല്ലോ, വളം ഇങ്ങനാണ്. എന്നാലും ആ ചോട്ടിൽ നിന്നാണ് നമുക്ക് കിഴങ്ങ് കിട്ടിയത്, ഇഷ്ടംപോലെ കിഴങ്ങ് കിട്ടിയത്. അതേപോലെ ഇതും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഞാൻ കാണിച്ചു തരാം. അതാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടോ, ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ എല്ലാ ഇതും. അതേപോലെ ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് എടുത്തിട്ടും കൂടി കാണിച്ചു തരാം. ബാക്കി ഞാൻ ഇന്നലിരുന്നേ ഉണ്ടോ. ഇതിപ്പോൾ കണ്ടല്ലോ. എനിക്ക് എൻ്റെ പറയലെല്ലാം തെറ്റിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. എനിക്കത്രേ പറയാനില്ല. എൻ്റെ എല്ലാം പറയലെല്ലാം തെറ്റിക്കുന്നു. എനിക്ക് കഴിയുന്നില്ല, ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തു. ഇത് കണ്ടല്ലോ, ഇതേപോലെ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോയായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. കണ്ടല്ലോ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതുപോലെയാണ്. ഇതാണ് 3 ഇതിൽ നിറച്ചു, ഇതിൽ നിറച്ചു, ഇതിൽ നിറച്ചു, ഇതിൽ നിറച്ചു.